السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال الله تعالى في القرآن المجيد: ولسوف يعطيك ربك فترضى. وقال صلى الله عليه وسلم: لا تطرني كما أطرت النصارى عيسى بن مريم. إنما أنا عبد الله فقولوا عبد الله ورسوله. دع ما ادعته النصارى في نبيهم واحكم بما شئت مدحا فيه واحتكمي وانسب إلى ذاته ما شئت من شرف وانسب إلى قدره ما شئت من علم فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمي. يا رب بالمصطفى അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദ് കേൾക്കുന്നുണ്ടോ? DC ആയല്ലോ. ബഹുമാനപ്പെട്ട അലി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? DC ആയി. അത് നമ്മൾ ഒന്ന് ബൗൺസ് ആക്കി വെക്കാം. അഡ്രസ്സില്ല. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഉസ്താദ് അവരുടെ നാട്ടുകളിന്റെ നമ്മുടെ തുടർ പഠന ക്ലാസ് ആയിരുന്നു തുടക്കം വെച്ചത്. നിർഭാഗ്യവശാൽ ഉസ്താദ് അവരുടെ DC ആണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും നിമിഷത്തിനുള്ളിൽ തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുറെ ദിവസമായി മുടങ്ങിക്കിടന്നിരുന്ന നമ്മുടെ ക്ലാസാണ് വീണ്ടും ഇവിടെ പുനരാരംഭിക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മഹത്തായ ഈ മാസത്തിൽ മഹാനായ അഷ്റഫുൽ ഖദീം ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടുകയും പറയുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ, ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ടവരുടെ നല്ലൊരു പ്രഭാഷണം പ്രതീക്ഷിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാഹ് ഏതാനും സമയത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട ഉസ്താദുകൾ നമ്മിലേക്ക് എത്തിച്ചേരും. എല്ലാവരും നമ്മുടെ SKICR തന്നെ ട്യൂൺ ചെയ്ത് ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മ അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കുവാനും അത് ജീവിതത്തിലേക്ക് പകർത്തുവാനും അവസരം നൽകിയ ഈ മഹത്തായ പഠന ക്ലാസ് ഇൻഷാ അല്ലാഹ് ഏതാനും സമയത്തിനുള്ളിൽ നമ്മിലേക്ക് എത്തിച്ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ,
എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് ലൈവ് ഉണ്ട്. ഇന്നലെയൊക്കെ വളരെ മഹത്തായ ലൈവാണ് നമുക്ക് ലഭിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്നും നമുക്ക് നല്ല ലൈവ് വരാനുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ് റൂം വഴി പഠിക്കാനും സാധിക്കും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ മഹത്തായ ഈ ക്ലാസ് റൂം തന്നെ ട്യൂൺ ചെയ്ത് ഇരിക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഉസ്താദുകൾ നാട്ടിൽ നിന്നായതുകൊണ്ട് ചിലപ്പോൾ നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. അതുകൊണ്ടായിരുന്നു ബിസി ആയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഏതായാലും നമുക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സമസ്ത ബഹ്റൈൻ കമ്മിറ്റി ഒരുക്കുന്ന മിലാദ് കാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന മഹത്തായ പരിപാടി ഈ വരുന്ന ശനിയാഴ്ച രാത്രി ബഹ്റൈൻ ടൈം 9 മണി മുതൽ പാകിസ്ഥാൻ ക്ലബിൽ വിവിധ പരിപാടികളോടെ നടക്കുകയാണ്. ആ ഏരിയയിലെ ഹുദൈബിയ ഏരിയയിലെ കുട്ടികളുടെ പ്രോഗ്രാമും അതിനുശേഷം നടക്കുന്ന പൊതു സമ്മേളനത്തിൽ സമസ്ത ബഹ്റൈൻ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ തങ്ങളും അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷകനായിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് സാഹിബ് പൂക്കോട്ടൂർ അവർകൾ നമ്മോട് സംവദിക്കും. ഇൻഷാ അല്ലാഹ് അതിന്റെ തത്സമയ പ്രക്ഷേപണം നമ്മുടെ ക്ലാസ് റൂമിൽ നടക്കും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഇന്നത്തെ പ്രധാനമായ ഒരു ലൈവ് നമുക്ക് വരാനുള്ളത് മുന്നിയൂർ പാറക്കടവ് ആണ്. അവിടെ ഇർഷാദു സുബിയാൻ മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടന പ്രോഗ്രാമാണ്. അവിടെയും സമസ്തയുടെ അലിമീങ്ങളും സാദാത്യങ്ങളും പങ്കെടുക്കുന്നു. വളരെ പ്രധാനമായി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് അവർകൾ പങ്കെടുക്കുന്നു. മറ്റു സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റു പലരും പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ മുഖ്യ പ്രഭാഷണവുമായി മുസ്തഫ ഹുദവി ആക്കോടും സംബന്ധിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതിന്റെ തത്സമയ പ്രക്ഷേപണം നമ്മിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ഓരോ ദിവസവും വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകളുമായി നമ്മുടെ ഈ SKSR ക്ലാസ് റൂം നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും മറ്റു റൂമുകളിലേക്ക് ഒന്നും പോകാതെ നമ്മുടെ റൂം തന്നെ ട്യൂൺ ചെയ്ത് ഇരിക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. അവളെ കാണുന്നില്ലല്ലോ. നാട്ടിലെ നെറ്റിന്റെ ഒരു പ്രയാസം. അവളെ കാണുന്നില്ല. നല്ലൊരു അവസരമാണ് നമുക്ക് നഷ്ടമായത്. നല്ലൊരു പ്രോഗ്രാം ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗത്തിൽ നമുക്ക് നല്ലൊരു പഠനാർഹമായ ഒരു ക്ലാസ് നമുക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ സാങ്കേതികമായ തടസ്സം അനുഭവപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും സഹോദരങ്ങളെ, നമുക്ക് പ്രതീക്ഷിക്കാം ഉസ്താദുകൾ വരുമെന്നുള്ള പ്രതീക്ഷ. നിഷ്കളങ്ക കർമ്മ തേജസ്വികളുടെയും നിസ്വാർത്ഥ പണ്ഡിത വരേണ്യരുടെയും അനുഗ്രഹീത പൂമരത്തണലിൽ പ്രഭ പരത്തി മുന്നേറുന്ന കേരള മുസ്ലിം ഉമ്മത്തിന്റെ ആധികാരിക പരമോന്നത മതപണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 9 പതിറ്റാണ്ടിന്റെ സുഹൃത പുണ്യവുമായി കനൽപദങ്ങൾ ചവിട്ടിക്കടന്ന്
കൈരളിയുടെ ഇസ്ലാമിക സാമൂഹ്യ വികാസത്തിന് നിദാനമൊരുക്കി 90 വർഷം പൂർത്തീകരിക്കുന്ന അതിന്റെ ധന്യസംഗമം സമസ്ത 90-ാം വാർഷിക തിങ്കളത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേറ്റ് പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയാ മർഹബാ നബി ത്വാഹ ത്വാഹ വ മൗലിദുൻ നബി ജാജാ യാ റസൂലേ യാ ശഫീഅ യാ മുസമ്മിലരേ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയാ മർഹബാ നബി ത്വാഹ ത്വാഹ വ മൗലിദുൻ നബി ജാജാ യാ റസൂലേ യാ ശഫീഅ യാ മുസമ്മിലരേ ഹൈറിൻ വചനമന്ത്രമേറെ അഖിലം പാടിയ റസൂല് പുണ്യർ മുസ്തഫ നബി മുജ്തബ നബി മുത്തല നബിയോ ഹൈറിൻ വചനമന്ത്രമേറെ അഖിലം പാടിയ റസൂല് പുണ്യർ മുസ്തഫ നബി മുജ്തബ നബി മുത്തല നബിയോ ഹാഷിം വംശ ഖുറൈശി മലര് ആലം മൊത്തം പുകളത്ത നൂറ് ഖാത്തിമുൻ നബി ഹാമിദുൻ നബി മുർസൽ നബിയോര് ഹാഷിം വംശ ഖുറൈശി മലര് ആലം മൊത്തം പുകളത്ത നൂറ് ഖാത്തിമുൻ നബി ഹാമിദുൻ നബി മുർസൽ നബിയോര് തിങ്കളത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേറ്റ് പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയാ മർഹബാ നബി ത്വാഹ ത്വാഹ വ മൗലിദുൻ നബി ജാജാ യാ റസൂലേ യാ ശഫീഅ യാ മുസമ്മിലരേ ഹൃദയം സ്നേഹദീപ്തിയാണ് നബി മൊഴി സത്യചിന്തുമാണ് ദൂതത്യാഗമാവോളം താണ്ടി വന്നതിൻ പൊലിമടിയിലാണ് ഹൃദയം സ്നേഹദീപ്തിയാണ് നബി മൊഴി സത്യചിന്തുമാണ് ദൂതത്യാഗമാവോളം താണ്ടി വന്നതിൻ പൊലിമടിയിലാണ് വരായ ത്വാഹ റസൂലേ ശംസുൽ വരായ ആലം നസീബേ യാ ഹബീബേ യാ നബിയേ യസ്രിബിൻ പൂങ്കാവേ കുഹുഫുൽ വരായ ത്വാഹ റസൂലേ ശംസുൽ വരായ ആലം നസീബേ യാ ഹബീബേ യാ നബിയേ യസ്രിബിൻ പൂങ്കാവേ തിങ്കളത്വാഹ റസൂലുള്ളാഹി തീരമണലാരണ്യകമേറ്റ് പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയാ മർഹബാ നബി ത്വാഹ ത്വാഹ വ മൗലിദുൻ നബി ജാജാ യാ റസൂലേ യാ ശഫീഅ യാ മുസമ്മിലരേ ഉലകിൻ ഭാഗ്യ ജൗഹറാണ് സൈനുല്ലംബിയാവരാണ് മുത്തിൻ ചേലു ചരിതങ്ങൾ പാടിടുമ്പൊഴി കൽബിൽ ഹർഷമാണ് ഉലകിൻ ഭാഗ്യ ജൗഹറാണ് സൈനുല്ലംബിയാവരാണ് മുത്തിൻ ചേലു
ചേരു ചരിതങ്ങൾ പാടിടുമ്പൊഴി കൽബിൽ ഹർഷമാണ്. ആശിക്കാം നബിയാ റസൂലേ മുർഷിദാം തിരുത്വാഹനൂറേ കാമിൽ നബിയേ കാരുണ്യനിധിയെ മുനവ്വിർ ശഫിയോരേ. ആശിക്കാം നബിയാ റസൂലേ മുർഷിദാം തിരുത്വാഹനൂറേ കാമിൽ നബിയേ കാരുണ്യനിധിയെ മുനവ്വിർ ശഫിയോരേ. തിങ്കളാഹ റസൂലുള്ളാഹി തീരം മണലാരണ്യകമേറ്റിൽ പാലൊളിവായി പൗർണമിയായി ബദറായി തെളിയുകയാ. മർഹബാ നബി ത്വാഹ വമൗലിദുൻ നബി ജാജാ യാ റസൂലേ യാ ശഫീഅേ യാ മുസമ്മിലേ. അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കുന്നുണ്ടോ? പിന്നെ ഇവിടെ കാറ്റ് ഉണ്ട്, അതുകൊണ്ട് കറണ്ട് പെട്ടെന്ന് ഇടക്കിടക്ക് പോകുന്നുണ്ട്, നെറ്റ് കട്ടാറുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ എത്ര കണ്ട് നമ്മളെ സംഗതി നടക്കുമെന്നൊരു പിടുത്തത്തില്ല. ഏതായിരുന്നാലും നമുക്ക് തുടങ്ങാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിച്ചതുപോലെ ഒക്കെ നടക്കും. നമ്മുടെ ചർച്ച KICR നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തിന്റെ മഹത്വം എന്നൊരു ക്ലാസ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിന്റെ തുടർച്ച ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് നടത്താം. ഇന്ന് പ്രവാചക പ്രകീർത്തനം എത്രത്തോളമാവാം എന്ന ഒരു ശീർഷകത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇന്ന് ഉദ്ദേശിച്ചത്. ഇത് കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 അന്ന് ബഹുമാനപ്പെട്ട വാഫി ഉസ്താദും മറ്റുമൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു, അങ്ങനെ PM സംസാരിച്ചിരുന്നു. അന്നും ഇതുപോലെ നെറ്റിന്റെ പ്രോബ്ലം നാട്ടിൽ നമ്മൾ അവിടുത്തെ പോലെ സുഖകരമായി കൈകാര്യം ചെയ്യാൻ കഴിയില്ല, പലപ്പോഴും അത് പ്രശ്നമാവുന്നുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു ഖൈറിലാക്കുമാറാവട്ടെ, അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ചെറിയ തോതിൽ ഒരു ചർച്ച ആവശ്യത്തിൽ തുടങ്ങി വെക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട KICR പണ്ഡിത മഹത്തുക്കളെ, സ്ഥിരം പഠിതാക്കളെ, അഡ്മിനുകളെ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ ലോകമൊട്ടുക്കും വാഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ച് റബീഉൽ അവ്വലിന്റെ പൊന്നമ്പിളി ആകാശവാണിൽ ചക്രവാളമിട്ടതോടുകൂടി ലോകത്ത് മുസ്ലിങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെയും മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള പ്രകീർത്തനങ്ങൾ, അവിടത്തെ കുറിച്ചുള്ള അവദാനങ്ങൾ വാഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ്, വളരെ ഗഹനമായൊരു വിഷയമാണ്, പണ്ഡിതോചിതമായ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടുന്ന സംഗതിയാണ്, പ്രമാണങ്ങൾ നിരത്തിവെച്ച് വിവരിക്കപ്പെടേണ്ടുന്ന സംഗതിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ അറിയാം, എന്റെ പരിമിതമായ അറിവിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു എളിയ വിവരണം മാത്രമാണ് നമുക്കിപ്പോൾ സാധിക്കുകയുള്ളൂ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകീർത്തിച്ചിട്ടുണ്ട്, പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ അവദാനങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പലയിടങ്ങളിലും പറയപ്പെട്ടിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെക്കുറിച്ച്
താനാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുന്ന ആ പ്രവാചകനെ കുറിച്ച് മുഹമ്മദ് എന്ന് പറയുന്ന ആ മനുഷ്യപുത്രൻ പ്രകീർത്തിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പുകഴ്ത്തി അവദാനങ്ങൾ ഒട്ടനവധി വിവരിച്ചിട്ടുണ്ട്. സ്വഹാബത്തെ കിറാം, തന്റെ ജീവിതകാലത്ത് തന്നോടൊപ്പം ഉണ്ടായിരുന്ന സ്വഹാബത്തെ കിറാം റളിയല്ലാഹു തആല അൻഹും, അവർ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ സന്നിധിയിൽ, സാന്നിധ്യത്തിലും അവിടുത്തെ വഫാത്തിന് ശേഷം അസാന്നിധ്യത്തിലും ഒക്കെ അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്തി പറയുകയും അവിടുത്തോടുള്ള ഇഷ്കിന്റെ, മഹബത്തിന്റെ ആ മാസ്മരികതയിൽ ഒഴുകിച്ചേർന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറഞ്ഞ ഒട്ടനവധി ചരിത്ര സംഭവങ്ങളും വസ്തുതകളും നമുക്ക് എണ്ണി എണ്ണി വിശദീകരിക്കാൻ സാധിക്കും. ഇതിനൊരു അതിർവരമ്പുകളൊക്കെ ഇട്ടുകൊണ്ട് ഈ പറയുന്നതൊക്കെയും ശിർക്കാണ്, ഇതൊക്കെ കുഫ്റാണ്, ഇത് സത്യനിഷേധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിക്കുന്ന ഒരു അവസ്ഥ സമൂഹത്തിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്, സത്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കിയതാണ്. പ്രത്യേകിച്ച് ഇത്തരം ഒരു ഘട്ടം വരുമ്പോഴാണ്, അഥവാ റബീഉൽ അവ്വലൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് അത്തരം ആളുകളൊക്കെ പൊട്ടിപ്പുറപ്പെടുകയും ഈ ലോകത്തിന്റെ നായകനെ, ഈ പ്രാപഞ്ചിക വിസ്മയങ്ങൾ നിലനിൽക്കാൻ കാരണക്കാരനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയാൻ പാടില്ല, അത്രത്തോളമൊക്കെ ആവാമോ, അങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതിർവരമ്പുകളിടുന്ന അവസ്ഥാവിശേഷം ഇത്തരം ഒരു അവസ്ഥകളിലാണ് ഉണ്ടാവാറ്. അത് ഖേദകരമാണ്. അത് തിരുത്തേണ്ടത്, പറയേണ്ടത്, അറിയിക്കേണ്ടത്, നമ്മുടെ പഠിതാക്കളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയും കടപ്പാടുമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു എത്രത്തോളം പ്രവാചകനെ പുകഴ്ത്തിയിട്ടുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രത്തോളം തന്നെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, സ്വഹാബത്തെ കിറാം എത്രത്തോളം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതാണ്. ഇവിടെ അതിര് വരമ്പിടാൻ, നിയന്ത്രണം ഏർപ്പെടുത്താൻ, ഇത്രയേ പറയാവൂ, അല്ലെങ്കിൽ അത്ര പറയാൻ പാടില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസിന്റെ ഉദ്ധരണി വായിച്ചുകൊണ്ട് ആയിരിക്കട്ടെ എന്റെ ഈ ചർച്ചയുടെ തുടക്കം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ലാ തുതുറൂനി കമാ അതുറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാമിനെ പുകഴ്ത്തി പറഞ്ഞതുപോലെ എന്നെ നിങ്ങൾ പുകഴ്ത്തി പറയരുത്. ഇന്നമാ അന അബ്ദുല്ലാഹ്, നിശ്ചയം ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഫഖൂലു, അപ്പോൾ നിങ്ങൾ പറയുക, അബ്ദുല്ലാഹി വറസൂലു, അവിടുന്ന് അള്ളാഹുവിന്റെ അടിമയും പ്രവാചകനുമാണ് എന്ന് നിങ്ങൾ പറയുക. ഇത് വലിയൊരു തത്വമാണ്, ഇത് വലിയൊരു താത്വികമായ അധ്യാപനമാണ് ഇതിനോട് പഠിപ്പിക്കുന്നത്. ഈ ഒരൊറ്റ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകനെ പുകഴ്ത്തി പറയുന്നത് മുഴുവനും, അവിടുത്തെ അവദാനങ്ങൾ വാഴ്ത്തി പറയുന്നത് മുഴുവനും, അവിടത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്നത് മുഴുവനും ശിർക്കാണ്, കുഫ്റാണ് എന്ന് പറഞ്ഞ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ഹദീസിൽ പറയുന്നത്? മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തി പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. എന്താണ് അവർ പുകഴ്ത്തി പറഞ്ഞത്? എന്താണ് ഈസാ നബി അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് വിവരിച്ചത്? അവർ പറഞ്ഞത് ദൈവപുത്രൻ എന്നാണ്, ത്രിയേകത്വത്തിന്റെ ഭാഗം എന്നാണ്, കർത്താവ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ശിർക്കിന്റെ വാദമാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറയുന്നത് ശിർക്കാണ്. ഈസാ നബി അലൈഹിസ്സലാമും മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയും യഥാർത്ഥ അള്ളാഹുവും, അങ്ങനെ ത്രിയേകത്വം എന്ന് പറയുന്ന ത്രിയേകത്വത്തിൽ അധിഷ്ഠിതമായി ചർച്ച ചെയ്യുമ്പോ, ഈസാ നബിയെ ആ രീതിയിൽ ചിത്രീകരിക്കുമ്പോ അത് ശിർക്കാണ്. അതുപോലെ കർത്താവാണ്, അവൻ ഇലാഹാണ് എന്നൊക്കെ അർത്ഥത്തിലേക്ക് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ക്രിസ്ത്യാനികൾ കൊണ്ടുപോയത് തന്നെയാണല്ലോ അവരും നമ്മളും വേർപിരിയാനുള്ള കാരണം. അത് ശിർക്കിന്റെ, അത് തൗഹീദിന്റെ ആ അതിർവരമ്പുകളിൽ നിന്ന് അപ്പുറത്തേക്ക് അവർ ചാടി. തൗഹീദിന്റെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് അവർ ചാടിയതാണ് അവർക്ക് പറ്റിയ തെറ്റ്. തൗഹീദ് അധിഷ്ഠിതമായി തൗഹീദിന്റെ അതിർവരമ്പുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട്
എങ്ങനെ വേണമെങ്കിലും എന്നെ പുകഴ്ത്തി പറയാം എന്ന ഒരു തത്വം ഇതിലൂടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ തൗഹീദിന്റെ ആ വളയത്തിനുള്ളിൽ നിന്ന് പുറത്തു പോവാതിരിക്കാൻ വിശ്വാസി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ചതിന്റെ അർത്ഥം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇത് എല്ലാവിധ പ്രകീർത്തനങ്ങൾക്കും എല്ലാവിധ പുകഴ്ത്തിപ്പറയലുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടി ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കൊണ്ട് ദുർവ്യാഖ്യാനം നടത്തപ്പെടുന്നുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. അതൊരു ശരിയായ ചിന്തയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുന്നവർ, അത്യുന്നതിയിലേക്ക് ഉയർത്തി വാഴ്ത്തി പറയുന്നവർ, അവരൊക്കെ ബിദ്അത്ത് ചെയ്യുന്നവരും സുന്നത്തിന് എതിര് ചെയ്യുന്നവരുമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതൊരു ശരിയായ ചിന്തയല്ല. ആ വാദക്കാരുടെ ചിന്താശൂന്യതയുടെ തെളിവാണ് ഇത്. അവരുടെ ചിന്ത ശൂന്യമാണ്, അവരുടെ ചിന്ത വൃഥാവിലാണ്, അവർ ചിന്താശേഷി നഷ്ടപ്പെട്ടവരാണ്. ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനായിരുന്നു എന്നാണ് ക്രിസ്ത്യാനികൾ പറഞ്ഞത്. ആ രൂപത്തിൽ ദിവ്യത്വത്തിലേക്ക് ഉയർത്തുന്നതിനെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എതിർത്ത് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്ത്യാനികൾ അവരുടെ നബിയായ ഈസയെക്കുറിച്ച് പറഞ്ഞതുപോലെ നിങ്ങൾ പറയരുത്, അത് വഴികേടാണ്, അത് തെറ്റാണ്. അങ്ങനെ നബിയിൽ ദിവ്യത്വം ആരോപിച്ചവൻ ക്രിസ്ത്യാനികളെപ്പോലെ അവനും ശിർക്കിന്റെ തൗഹീദിന്റെ വളയം വിട്ട് ശിർക്കിലേക്ക് ചാടിയവനാണ്, അവൻ പിഴച്ചവനാണ് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ഹദീസിന്റെ അവസാനത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, ഇന്നമാ അന അബ്ദുല്ലാഹ്, നിശ്ചയം ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്, ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്, ഞാൻ ദൈവപുത്രനല്ല, ഞാൻ ദൈവപുത്രനല്ല, ഞാൻ ഒരു കർത്താവല്ല, ഞാൻ ഇലാഹല്ല, ഞാൻ ജഗനിയന്താവായ സൃഷ്ടാവായ തമ്പുരാന്റെ അടിമയാണ്. അതുകൊണ്ട് ഫഖൂലു, അപ്പോൾ നിങ്ങൾ പറയണം, അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹുവിന്റെ അടിമയും പ്രവാചകനുമായ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് നിങ്ങൾ പറയണം എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിലൂടെ ഈ ഹദീസിന്റെ അർത്ഥവ്യാപ്തികളെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസ്വീരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഖസീദത്തുൽ ബുർദയിൽ പറയുന്ന പദ്യശകലം നമ്മൾ ഒന്ന് കേൾക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ദഅമദ്ദഅതുഹുൻ നസാറ ഫീ നബിയിഹിമി വഹ്കും ബിമാ ശിഅത മദ്ഹം ഫീഹി വഹ്തഖിമി വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫിൻ വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمي دعمدعته النصارى في نبيهم. ക്രിസ്ത്യാനികൾ അവരുടെ പ്രവാചകരിൽ വാദിച്ച ആ വാദത്തെ നിങ്ങൾ തട്ടുക, ഒഴിവാക്കുക. എന്നിട്ടോ വഹ്കും, നിങ്ങൾ വിധിക്കുക, ബിമാ ശിഅത, നീ ഉദ്ദേശിച്ച ഒന്നുകൊണ്ട്, മദ്ഹൻ ഫീഹി, ആ പ്രവാചകനിൽ മദ്ഹ് പറയുന്നതിനാൽ, വഹ്തകിമി, നീ ഒരു വിധി കണ്ടെത്തുക. ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ നിങ്ങൾ പറയാതിരിക്കുക. തൗഹീദിന്റെ വളയത്തിൽ നിന്ന് വിട്ടു പോവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ശിർക്കിലേക്ക് ചാടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. തൗഹീദിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വഹ്കും ബിമാ ശിഅത ഫീഹി വഹ്കും ബിമാ ശിഅത മദ്ഹം ഫീഹി വഹ്തകിമി, തൗഹീദിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നീ ഉദ്ദേശിച്ച രീതിയിലൊക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ പുകഴ്ത്തുമ്പോ, നീ പ്രകീർത്തിക്കുമ്പോ, അവിടുത്തെ അവദാനങ്ങളും ഔന്നിത്യങ്ങളും നീ എണ്ണി എണ്ണി പറയുമ്പോ, അതൊക്കെയും ആ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഫിറ്റായി വരും. അതാണ് തൊട്ടടുത്ത പദ്യത്തിലൂടെ ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുന്നത്, വൻസുബ് ഇലാ ദാതിഹി,
ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പുകഴ്ത്തുമ്പോ, അവിടുത്തെ പ്രകീർത്തിക്കുമ്പോ നമുക്കറിയാം, ഈ പറഞ്ഞ തൗഹീദിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലാതെ പ്രവാചകനെ പുകഴ്ത്തി പറയാം. അതല്ലേ നമ്മുടെ മൗലിദ് കിതാബിലൊക്കെ നമ്മൾ സാധാരണ പറയാറുള്ള അന്ത ഉമ്മും അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. എന്താണ് പറഞ്ഞത്? അങ്ങ് ഉമ്മയാണ്, അല്ല വാപ്പയാണ്. അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ, നാം കണ്ടിട്ടില്ല, ഫീഹിമ, അവർ രണ്ടാളിലും ഞാൻ കണ്ടിട്ടില്ല, അങ്ങയിൽ കണ്ട ഭംഗി, അങ്ങയിൽ കണ്ട ഗുണം, അങ്ങയിൽ നിന്ന് കട്ടിയ ഔദാര്യം, അങ്ങയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗുണം, അത് അവരിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ പ്രവാചകനെ പരിധി വിട്ടു എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇത് തൗഹീദിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവാചക പ്രകീർത്തനമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പിതാവിന് മകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും, ഒരു മകൻ പിതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും, ഒരു മാതാവ് മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും, ഒരു മക്കളിൽ നിന്ന് മാതാക്കൾ പ്രതീക്ഷിക്കുന്നതുമൊക്കെ, അതൊക്കെയും പലപ്പോഴും ഈ ഭൗതിക ലോകത്ത് മാത്രം അടങ്ങി ഒതുങ്ങുന്നതായി അവസാനിക്കാറാണ്. അതൊക്കെ അങ്ങനെ അങ്ങോട്ട് പര്യവസാനിക്കാറാണ്. ഇവിടെ തന്റെ ആത്മീയതയും തന്റെ ഭൗതികതയും തന്റെ അർവാഹിയായ കാര്യങ്ങൾ പോലും ഏറ്റെടുത്തുകൊണ്ട് നിയന്ത്രിക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തയ്യാറാണ് എന്ന് വരുന്ന ഒരു അവസ്ഥയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഇനി അതാ വിശദീകരിക്കുന്നു. വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫിൻ വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി. വൻസുബ് ഇലാ ദാതിഹി, അവിടുത്തെ ദാത്തിലേക്ക് അങ്ങ് ചേർത്തിക്കൊള്ളുക. മാ ശിഅത മിൻ ശറഫിൻ, മഹത്വത്താൽ അങ്ങ് നീ ഉദ്ദേശിച്ച ഒന്നിനെ, എന്തൊക്കെ ബഹുമതിയാണോ ഷറഫിനാൽ നീ ഉദ്ദേശിച്ച ഒന്നിനെ ആ ദാത്തിലേക്ക് നീ ചേർത്തി പറഞ്ഞോ. അതുപോലെ വൻസുബ് ഇലാ ഖദ്രിഹി, അവിടുത്തെ മഹത്വത്തിലേക്ക്, അവിടുത്തെ ബഹുമതിയിലേക്ക് നീ ഉദ്ദേശിച്ച ഒന്നിനെ, ബഹുമതിയിൽ നിന്ന് നീ ഉദ്ദേശിച്ച ഒന്നിനെ അവിടുത്തെ സ്ഥാനമാനങ്ങളിലേക്ക് നീ ചേർത്തി പറഞ്ഞോ. അതൊക്കെയും ഫിറ്റാവും. വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി, മഹത്വങ്ങളിൽ നിന്ന് നിനക്കിഷ്ടപ്പെട്ടതെല്ലാം അവിടുത്തെ ഖദറിലേക്ക്, അവിടുത്തെ പദവിയിലേക്ക് നീ ചേർത്തി പറഞ്ഞാൽ അതൊക്കെയും ഫിറ്റായി വരും. ഇതൊക്കെ വലിയ ചിന്തകൾ നമുക്ക് നൽകുകയാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സൃഷ്ടിയാണ്, അഷ്റഫുൽ ഖൽഖാണ്. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടി അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ മനുഷ്യ മക്കളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ, അതിൽ താഴേക്കിടയിലുള്ളവർ എന്ന് പറയുമ്പോൾ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ലല്ലോ, ശങ്കിച്ചു നിൽക്കേണ്ടതില്ലല്ലോ. ഈ പ്രപഞ്ചത്തിലെ ഈ ഭൗതിക ലോകത്തെ ഏതൊരു വസ്തു എടുത്തു നോക്കിയാലും, നാം നിത്യോപയോഗ സാധനങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഓരോരോ സാധനങ്ങൾ എടുത്തു നോക്കിയാലും അതിലൊക്കെയും ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഉള്ളതുണ്ടാവാം, അതിന്റെ താഴേക്കിടയിലുള്ളതുണ്ടാവാം, മീഡിയം സ്ഥാനമുള്ളതുണ്ടാവാം, വളരെ ലോ ക്വാളിറ്റി ഉള്ളതും ഉണ്ടാവാം. ഇതൊക്കെയും അള്ളാഹു പടച്ചതാണ്. ഏറ്റവും നല്ലത്, അതിൽ താഴെയുള്ളത്, വളരെ മോശമായത് എന്നൊക്കെ ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു വസ്തു എടുത്തു നോക്കിയാലും, ഏതൊരു വസ്തുവിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കിയാലും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അള്ളാഹു നിശ്ചയിച്ച സമയങ്ങളിൽ ഏറ്റവും നല്ല സമയം, ഏറ്റവും ഉത്കൃഷ്ടതയുള്ള സമയം, അതുപോലെ അപലക്ഷണമുള്ള സമയം, മോശമായ സമയം, ആ സമയം അതിന് പറ്റിയതല്ല എന്ന് വിവക്ഷിക്കപ്പെടുന്ന സമയങ്ങൾ, ഇങ്ങനെ സ്ഥലകാല വസ്തുതകളൊക്കെയും തന്നെ എടുത്തു നോക്കിയാൽ അതിലൊക്കെയും ഗ്രേഡ് തിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഏതൊരു വസ്തു എടുത്തു നോക്കിയാലും അതിലൊക്കെയും അത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന മനുഷ്യപുത്രനാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും ശങ്കിക്കേണ്ടതില്ല. മുഹമ്മദുൻ ബഷറുൻ ലാക്കൽ ബഷർ, യാഖൂത്തുൻ ഹജറുൻ ലാക്കൽ ഹജരി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യനാണ്. മുഹമ്മദുൻ ബഷറുൻ, മുഹമ്മദ് ഒരു മനുഷ്യനാണ്, മുഹമ്മദ് ഒരു മനുഷ്യൻ തന്നെയാണ്. ലാക്കൽ ബഷരി, സാധാരണ ഒരു മനുഷ്യനെ പോലെയല്ല. അവിടുത്തെ ഔന്നിത്യങ്ങൾ ഒട്ടനവധിയാണ്. അതൊക്കെ എണ്ണി എണ്ണി വിവരിക്കപ്പെടേണ്ടതാണ്. യാഖൂത്തുൻ, മാണിക്യം എന്ന് പറയുന്നത് ഹജറുൻ ഒരു കല്ലാണ്. ലാക്കൽ ഹജരി, അത് യാഖൂത്തുൻ ബൽ, ബഹുമാനപ്പെട്ട അൽവാഫി ഉസ്താദിന്റെ ആ ഒരു ടെസ്റ്റ് വളരെ ഉപകാരപ്പെടും. മുഹമ്മദുൻ ബഷറുൻ ലാക്കൽ ബഷർ ബൽ ഹുവ കൽ യാഖൂതി ബൈനൽ ഹജർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു കല്ലുകൾക്കിടയിൽ യാഖൂത്തിനെ പോലെയാണ്. യാഖൂത്തും ഒരു കല്ലാണ്. യാഖൂത്തുൻ ഹജറുൻ ലാക്കൽ ഹജരി എന്ന് കാണാം. മാണിക്യം എന്ന് പറയുന്നത് കല്ലാണ്. ലാക്കൽ ഹജരി, അത് സാധാരണ ഒരു കല്ല് പോലെയല്ല എന്നതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യനാണ്. പക്ഷേ മറ്റ് സാധാരണ മനുഷ്യനെ പോലെയല്ല. അങ്ങനെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവിടുത്തെ അവധാനങ്ങളെ, അവിടുത്തെ ശ്രേഷ്ഠതകളെ ഏറ്റവും അഷ്റഫുൽ ഖൽഖാണ് എന്ന് വിവരിക്കപ്പെടാൻ പറ്റുന്ന ഒട്ടനവധി തെളിവുകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഒക്കെയും നിരത്തിവെച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ സാധിക്കും. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് സൃഷ്ടിക്ക് ചേരുന്ന ഏതൊരു ബഹുമതിയും തങ്ങളിലേക്ക് ചേർത്ത് പറയാൻ പഠിക്കേണ്ടതില്ല. സൃഷ്ടികളിലേക്ക് യോജിക്കുന്നതൊക്കെ അവിടത്തേക്ക് ചേർത്തി പറയാം. അവിടുത്തെ ശരീരത്തിന് തന്നെ വലിയ ശ്രേഷ്ഠതയും പദവിയും നൽകി കൊടുത്തിട്ടുണ്ട്. ശരീരമെന്നാൽ ഒരു ശരീരം, മനുഷ്യന്റെ ഒരു ശരീരം എന്ന് പറയുന്നത് എന്താ? മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അത് ചോരയും നീരും എല്ലും മാംസവും മുടിയും നഖവും വിയർപ്പും മൂത്രവും കാഷ്ടവും ഒക്കെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണല്ലോ ശരീരം. ഇത് ഞാൻ വളരെ ബോധപൂർവമാണ് ഈ രീതിയിൽ തന്നെ വിശദീകരിക്കപ്പെടുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകളുടെ ഡ്യൂപ്ലിക്കേറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ പ്രാമാണികമായി പഠിക്കുകയും അറിയുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഏറ്റവും അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ ശരീരം ഏറ്റവും ഉത്കൃഷ്ടമാണെന്ന് പറയുന്നു. അവിടുത്തെ ശരീരമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ശരീരം എന്ന് പറയുന്നു. അപ്പോൾ ഒരു ശരീരം എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതിൽ രക്തമുണ്ട്, അതിൽ നീരുണ്ട്, അതിൽ വിയർപ്പുണ്ട്, അതിൽ തുപ്പുനീരുണ്ട്, അതിൽ നഖമുണ്ട്, അതിൽ മുടിയുണ്ട്, അതിൽ കണ്ണുനീരുണ്ട്. ആ ശരീരം സ്പർശിച്ച വെള്ളം പോലും സ്വഹാബത്തെ കിറാം ഉത്കൃഷ്ടമായി കണ്ടിട്ടുണ്ട്. അപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് മുഴുവനും അഷ്റഫാണ്, ശ്രേഷ്ഠമാക്കപ്പെട്ടതാണ്. അതാണ് വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫിൻ വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി. നബിയുടെ പത്നിമാരായ ഭാര്യമാർ, ആ ഭാര്യമാരെ നേരത്തെ ഞാൻ സ്വലാത്തിന്റെ മഹത്വം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രവാചക പത്നിമാരുടെ ഔന്നിത്യം അന്നബിയു ഔലാബിൽ മുഅ്മിനീന എന്ന് തുടങ്ങുന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമ്മൾ തഫ്സീറുകൾ ഉദ്ധരിച്ചുകൊണ്ട് ചർച്ച ചെയ്തപ്പോ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരെ കുറിച്ച് പറയുകയുണ്ടായി. ആ പത്നിമാര് പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം, അവിടുത്തെ വേർപാടിന് ശേഷം മറ്റൊരാൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ഏറ്റവും ശറഫാക്കപ്പെട്ട ശരീരത്തിലേക്ക് ചേർന്ന ആ ശരീരം അത് മറ്റ് ഒരു സാധാരണ ആളിലേക്ക് ചേരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ശരീരത്തിന് പവിത്രത കൂടുകയാണ്. പ്രവാചകനിലേക്ക് ചേർന്ന ശരീരം എന്നതുകൊണ്ട് അവിടത്തേക്ക് പവിത്രത കൂടുകയാണ്. അതുപോലെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം കുടിച്ചവനിക്ക് ഫലമുണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ ഹദീസുകൾ ഉദ്ധരിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. വിയർപ്പ് സുഗന്ധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അവിടുന്ന് ധരിച്ച ജുബ്ബ, അത് കഴുകിയ വെള്ളം മറ്റുള്ളവർക്ക് രോഗശമനത്തിന് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല നേതൃത്വത്തിൽ ഉദ്ധരിച്ച ഹദീസുകളിലൊക്കെ ആ ചർച്ച നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ തുടങ്ങി അവിടുത്തെ നഖവും അവിടുത്തെ മുടിയും അവിടുത്തെ വിയർപ്പും അവിടുത്തെ തൊലിയും
അവിടുത്തെ ആ ശരീരത്തിന്റെ അടിമുതൽ മുടിവരെയുള്ള മുഴുവനും അതൊക്കെയും ഉത്കൃഷ്ടമാണ്, അതൊക്കെയും ഔന്നിത്യമുള്ളതാണ് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ആ ഭാഗം ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തൗഹീദിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് നമ്മൾ ചേർത്താലും എന്ത് നമ്മൾ യോജിപ്പിച്ചാലും അതൊക്കെയും അവിടത്തേക്ക് ഫിറ്റാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടുത്തെ ശരീരത്തിലൂടെ ഒഴുകി വന്ന വെള്ളം സ്വഹാബത്തെ കിറാം കാത്തുനിന്നു. അവിടുത്തെ വുളൂവിന്റെ ശേഷിപ്പ് വെള്ളത്തിന് വേണ്ടി അവർ ബഹളം കൂടി. അവിടുത്തെ തലമുടി മുണ്ടനം ചെയ്തപ്പോൾ ആ മുടി ഭൂമിയിൽ വീണില്ല, അത് സ്വഹാബാ കിറാമിന്റെ കൈകളിലൂടെയാണ് വീണത്. അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടുത്തെ ശരീരത്തിന് മേഘം നീലിട്ട കഥ, അവിടുത്തെ ശരീരമുള്ളിടത്ത് ബലായി ഇറക്കില്ല, നമ്മുടെ ആയത്ത് തന്നെ വിശദീകരിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ തിരു ശരീരത്തിന്റെ വേഷം കെട്ടാൻ പിശാചിന് സാധിക്കുകയില്ല. അങ്ങനെ അതുമാത്രമല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയെങ്ങാനും മനാമിൽ കാണാൻ, സ്വപ്നത്തിൽ കാണാൻ വിധിയുണ്ടെങ്കിൽ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം കിട്ടിയവർക്ക് ഉറപ്പിക്കാം കണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയെന്ന്. കാരണം പിശാചിന് കോലം കെട്ടാൻ സാധിക്കില്ല. അവിടുത്തെ ശരീരം ഒരു പ്രഭയാണ്. ഇങ്ങനെ തുടങ്ങി പ്രവാചകന്റെ ഔന്നിത്യങ്ങൾ ഒട്ടനവധി നമുക്ക് എണ്ണി പറയാം. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി പറയുന്നു, ഫഇന്ന ഫളല റസൂലല്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബ അൻഹു നാതിഖും ബിഫമീ. ഫഇന്ന ഫളല റസൂലല്ലാഹി, നിശ്ചയം അല്ലാഹുവിന്റെ റസൂലിന്റെ ശ്രേഷ്ഠത. ഫഇന്ന ഫളല റസൂലില്ലാഹി, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശ്രേഷ്ഠത. ലൈസ ലഹു ഹദ്ദുൻ, അതിനൊരു പരിധിയും ഇല്ല. ഫയുരിബ അൻഹു, അങ്ങനെ ഒരു പരിധി ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു ലിമിറ്റ് അതിന് ഉണ്ടായിരുന്നെങ്കിൽ, അൻഹു നാതിഖും ബിഫമി, വല്ല വായ് കൊണ്ടും അതൊക്കെ പറഞ്ഞൊപ്പിക്കുമായിരുന്നു. ഉണ്ടെങ്കിലല്ലേ പറഞ്ഞൊപ്പിക്കുക. അഥവാ അങ്ങനെ ഒരു പരിധിയില്ലാത്ത വിധം ശ്രേഷ്ഠത മുറ്റി നിൽക്കുന്ന ഒരു ശരീരത്തിന്റെ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഒരു ചെറിയ വാക്കല്ല. فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمه. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തിന് ഒരു ലിമിറ്റും ഇല്ല, മഹത്വത്തിന് ഒരു ലിമിറ്റും ഇല്ല. അങ്ങനെ ലിമിറ്റ് ഉണ്ടെങ്കിലല്ലേ വല്ല വായു കൊണ്ടും വല്ല നാവ് കൊണ്ടും അവിടുത്തെ ഇബാറത്ത് പറഞ്ഞൊപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കവിയുടെ വാക്കെത്ര വലുതാ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പുകഴ്ത്തി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തന്നെ നബിയുടെ മദ്ഹ് ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞില്ലേ, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബി താങ്കൾ ഏറ്റവും മികച്ച സ്വഭാവ ഗുണത്തിന്റെ ഉടമയാണ്, അങ്ങ് ഏറ്റവും മഹത്വമായ സ്വഭാവ ഗുണത്തിന്റെ ഉടമയാണ്. ഇവിടെ ആ മഹത്വത്തിന്റെ അറ്റം വരെ വർണ്ണിച്ചെത്താൻ ആർക്കാണ് കഴിയുക? അള്ളാഹു പറഞ്ഞ അലീമാണ്. അള്ളാഹു നബിയോട് പറയുകയാണ്, വ ഇന്നക, നിശ്ചയം അങ്ങ് ലഅലാ ഖുലുഖിൻ അളീം, വണ്ണമായ സ്വഭാവത്തിന്റെ മേലിലാണ്. ആ മഹത്വം, ആ വണ്ണമായ എന്ന് അള്ളാഹു പറഞ്ഞ ആ മഹത്വം, ആ മേന്മ, ആ ഔന്നിത്യം, അതാർക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കും? അപ്പൊ എത്രമേൽ അള്ളാഹു പറഞ്ഞ അലീമിന്റെ അർത്ഥം ആർക്ക് പരിനിശ്ചയിക്കാൻ സാധിക്കും? എന്നിട്ടാണോ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾക്ക് പരിധി നിശ്ചയിക്കപ്പെടുന്നത്? അള്ളാഹു പറഞ്ഞില്ലേ വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, മഹത്വമായ ആ മഹത്വത്തിന്റെ അതിര് നിനക്കെങ്ങനെ നിശ്ചയിക്കാൻ സാധിക്കും? നിനക്ക് അതിനുള്ള ബുദ്ധി ആര് തന്നു? അള്ളാഹുവാണ് അലീം എന്ന് പ്രവാചകരുടെ സ്വഭാവത്തെ വിശേഷിപ്പിച്ചത്. മഹാനായ അള്ളാഹു അത്രയും വലുതാണെന്ന് സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിനെയും അവന്റെ മഹത്വത്തെയും അടക്കാൻ കഴിയാത്ത മനുഷ്യൻ അള്ളാഹുവിന്റെ വിശേഷിപ്പിക്കലിലെ അലീമിന് ആഴം തപ്പുന്നത് അവനെങ്ങനെ കഴിയും അത് കണ്ടെത്താൻ? സാധ്യമല്ല.
പ്രവാചകന്റെ സ്വഭാവ ഗുണങ്ങളല്ലേ ഇവിടെ ലോകത്ത് നടക്കുന്ന മുഴുവൻ ചർച്ചകളിലും ക്ലാസുകളിലും സർവ മോട്ടിവേഷൻ ക്യാമ്പുകളിലും ക്ലാസുകളിലും സർവ കൗൺസിലിംഗ് ക്ലാസുകളിലുമൊക്കെയും നടക്കുന്നതെന്താ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളുടെ മഹിമ പറയുകയല്ലേ എല്ലാവർക്കും. അവിടെ നിന്ന് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോ തന്റെ മുമ്പിലുള്ള മനുഷ്യ മക്കൾക്കിടയിൽ അതിൽ തന്നെ ഉപദ്രവിച്ചവരുണ്ട്, തന്നോട് ശത്രുത വെച്ചവരുണ്ട്, തന്നെ എതിർത്തവരുണ്ട്. 40 വർഷക്കാലം മക്കയിൽ ജീവിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്? നുബുവത്ത് കിട്ടി, മക്ക ഫത്ഹായി, മക്കയിലേക്ക് വന്നപ്പോൾ പ്രവാചകൻ എങ്ങനെയാണ് ജീവിച്ചത്? അവർക്കൊക്കെയും അവരെയൊക്കെ തൊട്ടും തലോടിയും അവർക്കൊക്കെ വേണ്ടത് നൽകിയും കൊടുത്തും പങ്കുവച്ചും സ്നേഹിച്ചും സ്നേഹം കൊടുത്തും വാങ്ങിയും അവരെയൊക്കെ തൊട്ട് തലോടിക്കൊണ്ട് ഒരു പോസിറ്റീവ് എനർജി സപ്ലൈ ചെയ്തുകൊണ്ട് ഒരു സ്നേഹത്തിന്റെ ഒരു സ്നേഹപ്രപഞ്ചം സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യ മക്കളെ മുഴുവനും സ്നേഹിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കടന്നുപോയ ഏറ്റവും ഉത്കൃഷ്ടമുള്ള സ്വഭാവത്തിന്റെ ഉടമ. ഇത് അള്ളാഹു പറഞ്ഞ ഈ അലീമിന് മഹത്വമുള്ള എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അലീമിന് എനിക്കും നിനക്കും അർത്ഥം വെക്കാൻ സാധിക്കുമോ? മലയാള ഭാഷയിൽ എന്റെ അർത്ഥം നിശ്ചയിക്കാൻ നിനക്കും എനിക്കും സാധ്യമല്ല, മനുഷ്യബുദ്ധിക്ക് സാധ്യമല്ല, കഴിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്ന മൗലിദ്, അവിടുത്തെ അവധാനം വാഴ്ത്തലാണ് ഈ പറഞ്ഞത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി, സത്യവിശ്വാസികളെ നബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. നാം പരസ്പരം അങ്ങുമിങ്ങും പെരുമാറുന്നത് പോലെ നബിയുമായി പെരുമാറരുത് എന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഖുർആന്റെ അധ്യാപനമാണ് ആ പഠിപ്പിക്കുന്നത്. ശബ്ദം ഉയർത്തരുത്, മര്യാദ പാലിക്കണം. അവിടുത്തെ വ്യക്തിത്വത്തിന്റെ ഔന്നിത്യമാണ് ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളാവുന്ന അനുയായികളാവുന്ന നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിന്റെയും പശ്ചാത്തലങ്ങളും അതിന്റെ ചർച്ചകളുമൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനിയും വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദുകും ബഅദാ, നിങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും വിളിക്കും പോലെ നബിയെ നിങ്ങൾ വിളിക്കരുത്. നബിയും മറ്റുള്ളവരും തുല്യരാണെന്ന് ധരിച്ച് നബി ഒരു സാധാരണ മനുഷ്യനാണെന്ന നിലയിൽ നബിയോട് വർത്തിക്കുന്നവരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഖുർആനിന്റെ അധ്യാപനമാണ് ഇതിലൂടെ ഒക്കെയും നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറായിൽ ഹുജറാത്തി അക്സറുഹും ലാ യഅഖിലൂൻ, മുടികൾക്കപ്പുറത്ത് നിന്ന് തങ്ങളെ ഇന്നല്ലദീന യുനാദൂനക, നിശ്ചയം ഒരു വിഭാഗം അങ്ങേ വിളിക്കും അവർ, മിൻ വറായിൽ ഹുജറാത്തി, മുറികൾക്കപ്പുറത്ത് നിന്ന്, അക്സറുഹും ലാ യഅഖിലൂൻ, അവരധികരിച്ച പേരും ബുദ്ധിയില്ലാത്തവരാണ്, അവരിൽ അധികരിച്ച ആളുകളും ബുദ്ധിയില്ലാത്തവരാണ്. ഇവിടെ ഒക്കെ ഇതിലൂടെ ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മദ്ഹ് പറയലാണ്. അള്ളാഹുവിന്റെ പരിധി നിശ്ചയിക്കാത്ത പ്രകീർത്തനമാണ് ഇതിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വേണോ നമ്മൾ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾക്ക് അതിന് വരുമ്പിടാൻ? ഇനി അങ്ങോട്ട് പോയാൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം ശരീഅത്തെ തന്നെ പലപ്പോഴും വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ശരീഅത്തെ തന്നെ പലപ്പോഴും വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് തന്നെ പലപ്പോഴും പ്രവാചകൻ സ്വന്തത്തെ തന്നെ വാഴ്ത്തി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അന ഖൈറുസ് സാബിഖീൻ, ഞാൻ മുൻകടന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുകയാണ്. അതുപോലെ അന അക്രമുൽ അവ്വലീന വല്ലാഖിരീന വലാ ഫഖറ, ഞാൻ ആദ്യത്തവരിലും അവസാനത്തവരിലും ഏറ്റവും ശ്രേഷ്ഠവാനാണ്. അന അക്രമുൽ അവ്വലീൻ, ഞാൻ ആദ്യത്തവരിൽ ഏറ്റവും ഔന്നിത്യമുള്ളവനാണ്, ബഹുമാനമുള്ളവനാണ്. വൽ ആഖിരീന, അവസാനത്തവരിലും വലാ ഫഖറ, അത് അഭിമാനം പറയുകയില്ല.
ഇമാം തുർമുദിയും ദാരിമിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്കിത് കാണാൻ സാധിക്കും. അതുപോലെ പ്രവാചക പരമ്പരയുടെ മാർഗഭ്രംശത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ലോകത്ത് അതിന് മറുപടി എന്നോണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതായി പഠിപ്പിച്ചതായി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിന്നുള്ള ഉദ്ധരണിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ലം യൽതഖി അബവായ അലാ സിഫാഹിൻ ഖത്ത്, ലം യൽതഖി അബവായ, എന്റെ മാതാപിതാ പരമ്പരയിൽ എന്റെ മാതാപിതാക്കൾക്കില്ല, കണ്ടിട്ടില്ല, അലാ സിഫാഹിൻ ഖത്ത്, മാർഗഭ്രംശം സംഭവിച്ചിട്ടേയില്ല. ലം യൽതഖി അബവായ, എന്റെ മാതാപിതാക്കൾക്ക് സംഭവിച്ചിട്ടേയില്ല. അലാ സിഫാഹിൻ, ഒരു മാർഗഭ്രംശത്തിന്റെ മേലിൽ ഖത്ത് തീരെ തന്നെ സംഭവിച്ചിട്ടില്ല. മാത്രമല്ല മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, അന ഖൈറു അസ്ഹാബിൽ യമീൻ, ഞാൻ സുഹൃതരിൽ, ഞാൻ വലതുപക്ഷക്കാരിൽ ഏറ്റവും ഉത്തമനാണ്, ഞാൻ സുഹൃതരിൽ ഏറ്റവും ഉത്തമനാണ്. അതുപോലെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഇമാം തബറാനിയും ബൈഹഖിയും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന അത്ഖാബുൽ ദി ആദം, ഞാൻ ആദം സന്തതികളിൽ ഏറ്റവും തഖ്വയുള്ളവനാണ്. വാഖിറമുഹും അലല്ലാഹി ബലാ ഫഖറ, വാഖിറമുഹും അലല്ലാ, അല്ലാഹുവിന്റെ മേലിൽ ഞാൻ വാഖിറമുഹും അവരിൽ ഏറ്റവും ബഹുമാനിയാണ്. അലല്ലാ, അല്ലാഹുവിന്റെ മേലിൽ വലാ ഫഖറ, ഇത് അഭിമാനം പറയുകയില്ല. ഞാൻ ആദം സന്തതികളിൽ ഏറ്റവും തഖ്വയുള്ളവനും അല്ലാഹുവിങ്കിൽ ഏറ്റവും ഉന്നത സ്ഥാനീയനുമാണ്. അത് ഞാനൊരു അഭിമാനം പറയുകയല്ല. ഇമാം തബറാനി ബൈഹഖി റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി നിങ്ങൾ കേൾക്കണോ? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ 23 സംവത്സരക്കാലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എത്ര പ്രാവശ്യം പ്രവാചകനുമായി കണ്ടുമുട്ടി, എത്ര പ്രാവശ്യം അവിടത്തോട് ഇഴുകിച്ചേർന്നു, ആശയവിനിമയം നടത്തി, സംഭാഷണം നടത്തി. അങ്ങനെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹബീബും ഇഷ്ടപ്പെട്ട ആളുമായിട്ട് 23 വർഷക്കാലം അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ മനസ്സിലാക്കിയതുപോലെ പ്രവാചകനെ ആര് മനസ്സിലാക്കിയിട്ടുണ്ടാകും? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയെക്കുറിച്ച് പറയുകയാണ്, ഖലബ്തു മശാരിഖൽ അർളി വ മഗാരിബഹാ ഫലം അറ റജുലൻ അഫ്ളല മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം അറ ബനി അബിൻ അഫ്ളല മിൻ ബനി ഹാഷിം. ഖലബ്തു മശാരിഖൽ അർളി വ മഗാരിബഹാ, ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും ഞാൻ ഇളക്കി മറിച്ചു. ഖലബ്തു, ഞാൻ മറിച്ചു, ഞാൻ ഇൻഖിലാബാക്കി, ഞാൻ ഇളക്കി മറിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ആത്മാഭിമാനത്തോടുകൂടി പറയുകയാണ്, ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും ഞാൻ ഇളക്കി മറിച്ച ആളാണ്. പക്ഷേ ഫലം അറ റജുലൻ അഫ്ളല മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിനേക്കാൾ ഉത്തമമായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അധ്യാപനമാണ്. മാത്രമല്ല പറയുന്നു, വലം അറ ബനി അബിൻ അഫ്ളല മിൻ ബനി ഹാഷിം, ബനി ഹാഷിമിനേക്കാൾ ഉത്തമനായ ഒരു പിതാവിന്റെ മക്കളെയും ഞാൻ കണ്ടിട്ടില്ല. വലം അറ ബനി അബിൻ, ഒരു പിതാവിന്റെ മക്കളെയും ഞാൻ കണ്ടിട്ടില്ല. അഫ്ളല മിൻ ബനി ഹാഷിം, ബനി ഹാഷിമിനേക്കാൾ ഉത്തമനായ, ബനി ഹാഷിം സന്തതികളെക്കാൾ ഉത്തമനായ ഒരു പിതാവിന്റെ മക്കളെയും ഞാൻ കണ്ടിട്ടില്ലെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറഞ്ഞ, പ്രകീർത്തിച്ച, അവദാനങ്ങൾ വാഴ്ത്തി പറഞ്ഞ അധ്യാപനമാണ്. ഇമാം ബൈഹഖിയും അതുപോലെ തബറാനിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. മാത്രമല്ല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇനിയും നമുക്ക് ഒരുപാട് എണ്ണി പറയാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉതിയ ബിൽ ബുറാഖി ലൈലത ഉസ്രിയ ബിഹി ഫസ്തസ്അബ അലൈഹി ഫഖാല ലഹു ജിബ്രീൽ ബിമുഹമ്മദിൻ തഫഅലു ഹാദാ
ഫമാ റകിബക അഹദുൻ അക്റമു അലല്ലാഹി മിൻഹു ഫർഫല്ല അറഖൻ. വലിയൊരു വിശദീകരണങ്ങൾക്ക് നൽകപ്പെടേണ്ടുന്ന ഒരു ചർച്ചയാണ്. ഞാനത് വായിച്ച് മാത്രം പറഞ്ഞു പോവുകയാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉതിയ ബിൽ ബുറാഖി, ബുറാഖിനെ കൊണ്ടുവരപ്പെട്ടു. ഇമാം അനസ് റളിയല്ലാഹു തആല അൻഹു നിന്നുള്ള നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിലാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെ ഈ ഹദീസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായിന്റെ രാത്രിയിൽ നബിയെ വഹിക്കാൻ വേണ്ടി ബുറാഖിനെ കൊണ്ടുവരപ്പെടുന്ന ആ സന്ദർഭത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഉതിയ ബിൽ ബുറാഖി ലൈലത ഉസ്രിയ ബിഹി, അവിടുത്തെ രാപ്രയാണം നടത്തപ്പെട്ട ആ രാത്രിയിൽ അങ്ങനെ നിങ്ങൾ നോക്കണം. ഫസ്തസ്അബ അലൈഹി ഫഖാല ലഹു ജിബ്രീൽ ഫസ്തസ്അബ അലൈഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഈ ബുറാഖ് എന്ന് പറയുന്ന വാഹനം അല്പമൊരു പ്രയാസം പ്രകടിപ്പിച്ചു, ഒന്നിങ്ങനെ വിഷമം പ്രകടിപ്പിച്ചു. ഫഖാല ലഹു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആ വാഹനത്തോട് പറഞ്ഞു, ബുറാഖിനോട് പറഞ്ഞു, ബി മുഹമ്മദിൻ തഫഅലു ഹാദാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണോ നീ ഇത് ചെയ്യുന്നത്? എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖിനോട് പറയുകയാണ് ബി മുഹമ്മദിൻ തഫഅലു ഹാദാ എന്ന് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തുടർന്ന് പറയുന്നു ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തോട്, ഫമാ റകിബക അഹദുൻ അക്റമു അലല്ലാഹി മിൻഹു ഫർഫല്ല അറഖൻ. ഫമാ റകിബക അഹദുൻ, ഒരാളും നിന്റെ മേൽ വാഹനം കയറിയിട്ടില്ല. മുഹമ്മദിനോടാണോ നീ ഇത് ചെയ്യുന്നത്? മുഹമ്മദിനേക്കാൾ അള്ളാഹുവിങ്കിൽ ഉത്തമരായ ഒരാളെയും നീ ചുമന്നിട്ടില്ല, നീ വഹിച്ചിട്ടില്ല, നിന്റെ മേൽ വാഹനം കയറിയിട്ടില്ല. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ഫർഫല്ല അറഖൻ, ബുറാഖ് വിയർത്ത് തുള്ളിച്ചാടി. മുഹമ്മദുൻ ഫർഫല്ലൽ ബുറാഖു അറഖൻ, ഫർഫല്ലൽ ബുറാഖു അറഖൻ. വിയർപ്പിനാൽ ബുറാഖ് അങ്ങോട്ട് തുള്ളിച്ചാടി, വിയർത്ത് തുള്ളിച്ചാടി. ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ ഈ പറയുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പ്രകീർത്തിക്കുന്നിടത്ത് അതിർവരമ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒട്ടനവധി തവണ കണ്ടുമുട്ടിയ തന്റെ ജീവിതത്തിലെ 23 വർഷക്കാലത്തെ ഇടപെടലുകളിൽ തിരിച്ച് അങ്ങും ഇങ്ങും മനസ്സിലാക്കാൻ അവസരമുണ്ടായ ജിബ്രീലിന്റെ ശബ്ദമാണ്, അധ്യാപനമാണ്, പ്രകീർത്തനമാണ് നമ്മൾ ഈ കേൾക്കുന്നത്. ഇനിയും അതാ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു. അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന സയ്യിദു വൽദി ആദം യൗമൽ ഖിയാമഹ വലാ ഫഖറ. അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. യൗമൽ ഖിയാമ, അവസാന നാളിൽ. വലാ ഫഖറ, അത് ഞാൻ അഭിമാനം പറയുകയല്ല. വബിയദി ലിവാഉൽ ഹംദി, എന്റെ കയ്യിലാണ് ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന കൊടി. വലാ ഫഖറ, ഞാൻ അഭിമാനം പറയുകയല്ല. വമാ മിൻ നബിയ്യിൻ യൗമഇദിൻ ആദമു ഫമൻ സിവാഹു ഇല്ലാ തഹത ലിവാഇ. ആദമും അല്ലാത്തവരുമായ എല്ലാ നബിമാരും എന്റെ കൊടിക്കീഴിലാണ്. ഇല്ലാ തഹത ലിവാഇ, എന്റെ കൊടിക്കീഴിലല്ലാതെ ഇല്ല. വ അന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർളു വലാ ഫഖറ, ഭൂമി പിളർത്തെഴുന്നേൽക്കുന്നതിൽ ഞാനായിരിക്കും ആദ്യത്തവൻ. ആദ്യം ഭൂമി പിളർന്നെഴുന്നേൽക്കുക ഞാനായിരിക്കും. ഖബറിൽ നിന്ന് ആദ്യമായി എഴുന്നേൽക്കുന്നവൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. ഞാൻ അഭിമാനം പറയുകയല്ല. അവിടേക്കെയും പ്രവാചകൻ തന്റെ വിനയത്തിന്റെ ആ ഒരു അധ്യാപനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഓരോ താൻ ആരെന്ന് നമ്മെ പഠിപ്പിക്കുമ്പോഴും എന്റെ വ്യക്തിത്വത്തിന്റെ ഔന്നിത്യം എത്രത്തോളം ഉണ്ടെന്ന് തന്റെ അടിമകൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോഴും ഓരോ സന്ദർഭത്തിലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കമാലു തവാലുഹി, അവിടുത്തെ ആ തവാലുവിന്റെ കമാലിയത്ത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വിനയത്തോടുകൂടിയാണ് മഹാനായ പ്രവാചകൻ സംസാരിക്കുന്നത്.
ഇനിയും ഇമാം അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഉദ്ധരിച്ച ഒരു ഹദീസ് കൂടി നമുക്ക് കേൾക്കാം. എന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ ഏതാനും 6 മണി കഴിഞ്ഞ ഉടനെ ഏകദേശം മഗ്രിബിയാവും. പിന്നെ വേറെയും ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നിർത്തേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ചെറിയ സംസാരങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന അവ്വലുൻ നാസി ഖുറൂജൻ ഇദാ ബുഇസു അന അവ്വലുൻ നാസി ഖുറൂജൻ ഇദാ ബുഇസു. പുനരുദ്ധാന നാളിൽ അഥവാ പുനർജന്മമുണ്ടായാൽ, ബഅസ് ഉണ്ടായാൽ, ആ പുറപ്പെടൽ അവിടുത്തെ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം പുനർജന്മവേളയിൽ, പുനരുദ്ധാനവേളയിൽ, പുറപ്പെടുന്ന വേളയിൽ ആദ്യമായി പുറപ്പെടുക ഞാനായിരിക്കും. അന അവ്വലുൻ നാസി ഖുറൂജൻ ഇദാ ബുഇസു അന ഖായിദുഹും ഇദാ വഫദു. അവർക്കൊരു നേതാവ് വേണമെന്ന് ആവശ്യം വന്നാൽ, ഒരു നിവേദനം സമർപ്പിക്കണമെന്ന സമയം വന്നാൽ, അള്ളാഹുവിനോട് എന്തെങ്കിലും പറയണം എന്ന ഒരു സന്ദർഭം എന്റെ അടിമകൾക്ക്, എന്റെ അനുയായികൾക്ക് ഉണ്ടായാൽ അന ഖായിദുഹും, ഞാൻ അവരുടെ നേതാവായിരിക്കും. അള്ളാഹുവിനോട് എന്തെങ്കിലും പറയണം, ഒരു നിവേദനം സമർപ്പിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥ എന്റെ അനുയായികൾക്കുണ്ടെങ്കിൽ അവരുടെ നായകൻ ഞാനായിരിക്കും. വഅന ഖതീബുഹും ഇദൻ സതൂ. അവർ നിശബ്ദരായാൽ അവരോട് സംസാരിക്കുക ഞാനായിരിക്കും. കണ്ടോ, അവിടെയൊക്കെ സംസാരിക്കാനുള്ള അവകാശവും അർഹതയും അവിടത്തേക്കാണുള്ളത്. വഅന ശഫീഉഹും ഇദാ ഹുബിസു. ബന്ദ് ചെയ്യപ്പെട്ടാൽ, തടവിലാക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ തടഞ്ഞു വെക്കപ്പെട്ടാൽ അവർക്ക് ശുപാർശകൻ ഞാനായിരിക്കും. വഅന മുബശ്ശിറുഹും ഇദാ യഇസൂ. അവർക്ക് വല്ല നിരാശയും വന്ന് ബാധിച്ചാൽ ഞാൻ അവർക്ക് നല്ല സന്തോഷവാർത്ത നൽകുന്നവനായിരിക്കും. അൽ കറാമത്തു വൽ മഫാതീഹു യൗമഇദിൻ ബിയദീ വലിവാഉൽ ഹംദി യൗമഇദിൻ. അൽ കറാമത്തു വൽ മഫാതീഹു, അൽ കറാമത്തു വൽ മഫാതീഹു, മഹത്വങ്ങളും കറാമത്തുകളും, വൽ മഫാതീഹു, താക്കോലുകളും അന്ന് എന്റെ കയ്യിലായിരിക്കും. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നായകനാണെന്ന് എങ്ങനെ നമ്മൾ സമ്മതിക്കാതിരിക്കും? അവിടുത്തെ ഔന്നിത്യങ്ങൾ ഈ ലോകത്തോളം വളർന്നിരിക്കെ എങ്ങനെ നമ്മൾ അവിടുത്തെ പ്രകീർത്തനങ്ങൾ പറയാൻ പരിധി നിശ്ചയിക്കും? മിണ്ടിയാൽ മുഴുവനും ശിർക്കിലേക്ക് പോകും. മിണ്ടിയാൽ അതൊക്കെ ശിർക്കാണ് എന്ന് താൻ എങ്ങനെ തന്റെ ബുദ്ധി കൊണ്ട് പറയും? അള്ളാഹു എത്രമാത്രം അവിടുത്തെ പുകഴ്ത്തി പറഞ്ഞു, സ്വഹാബത്തെ കിറാം എത്രമാത്രം പുകഴ്ത്തി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ എത്ര പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അധ്യാപനങ്ങളാണ് നാം ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൽ മഫാത്തിഹു യൗമഇദിൻ ബിയദി വലിവാഉൽ ഹംദി യൗമഇദിൻ. ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന കൊടി അതും എന്റെ കയ്യിലാണ്. വാനാക്രമു വൽദി ആദമ അലാ റബ്ബി. റബ്ബിന്റെ സവിധത്തിൽ മനുഷ്യരിൽ ഏറ്റവും ഉത്തമൻ ഞാനാണ്, മനുഷ്യപുത്രരിൽ ഏറ്റവും ഉത്തമൻ ഞാനാണ്. യതൂഫു അലയ്യ അൽഫു ഖാദിമിൻ. എന്റെ മേൽ 1000 സേവകരിങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കും. കഅന്നഹും ബീളും മക്നൂൻ ഔ ലുഉലുഉം മൻസൂർ. മുത്തുപോലുള്ള, പവിഴം പോലുള്ള 1000 സേവകർ എന്നെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അധ്യാപനങ്ങളാണ് നാം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇമാം തുർമുദിയും ദാരിമിയുമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഈ കാണുന്നത്. എങ്ങനെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമ്മൾ അതിർവരമ്പുകളിടും? അവിടുത്തെ പ്രകീർത്തനങ്ങൾ പറയാൻ, അവിടുത്തെ പ്രകീർത്തനങ്ങൾ പറഞ്ഞ് സന്തോഷിക്കാൻ, അതിൽ ആഹ്ലാദിക്കാൻ, അത് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസങ്ങളിൽ, ദിവസങ്ങളിൽ നമ്മിലൂടെ കടന്നു പോകുമ്പോ അതൊക്കെ ചെയ്യുന്നത് ശിർക്കും കുഫ്റുമാണെന്ന് പറയുന്നവന്റെ ബുദ്ധിമോശം എത്രയാണ്!
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നു, അന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർളു ഫൗഖിസാഹുല്ലതൻ മിൻ ഹുറലിൽ ജന്നഹ ثم اقوم على يمين العرش ليس احد من الخلائق يقوم ذلك المقام غيري. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട പ്രവാചകൻ പറയുകയാണ്, ആദ്യം ഉയർത്തെഴുന്നേൽക്കുക ഞാനാണ്. അന അവ്വലു മൻ തൻഷഖു അൻഹുൽ അർളു ഫൗഖിസാഹുല്ലതൻ മിൻ ഹുറലിൽ ജന്ന, സ്വർഗീയ വസ്ത്രങ്ങൾ ഞാൻ അണിയും. എന്നിട്ടോ ثم اقوم على يمين العرش, അർശിന്റെ വലതുഭാഗത്ത് ഞാനിങ്ങനെ നിൽക്കും. ലൈസ അഹദും മിൻ ഖലായിഖി, സൃഷ്ടികളിൽ ഒരാളും ഇല്ല, യഖൂമു, അവിടെ നിൽക്കുകയില്ല. ദാലിക്കൽ മഖാമ ഗൈരി, ഞാനല്ലാത്ത ഒരാളും ആ സ്ഥാനത്ത് നിൽക്കുകയില്ല. ആ സ്ഥാനത്ത് ഞാനല്ലാതെ സൃഷ്ടികളിൽ ഒരാളും നിൽക്കില്ല. അങ്ങനത്തെ ഒരു സ്ഥാനത്ത് ഞാൻ നിൽക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെക്കുറിച്ച് പുകഴ്ത്തി പറയുന്ന അധ്യാപനങ്ങളാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് സ്വഹാബത്തെ കിറാം പ്രകീർത്തിച്ച പ്രകീർത്തനങ്ങളുടെ ആ അധ്യാപനങ്ങളും ആ വഴിയിലേക്കുമൊക്കെ ഇറങ്ങി ചിന്തിക്കാൻ ഇനിയും നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞത് അള്ളാഹു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പ്രകീർത്തിച്ച ചില പ്രകീർത്തനങ്ങളും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ ചില പുകഴ്ത്തലുകളും ഒക്കെയാണ് ഇന്ന് നമുക്ക് ചിന്ത നൽകാൻ വേണ്ടി ചിന്തോദ്ദീപകമായ ചില അധ്യാപനങ്ങളാണ് നമ്മുടെ ചർച്ചകൾക്ക് നമ്മൾ ഇന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് തൗഹീദിന്റെ ആ വളയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ശിർക്കിലേക്ക് ചാടാത്ത വിധം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രമാത്രം പുകഴ്ത്തിയാലും ഒരു വിശ്വാസിക്ക് മതി വരികയില്ല. അതൊരു മാസ്മരികതയാണ്, ഒരു ആനന്ദമാണ്, ഒരു പരമാനന്ദമാണ്. അതൊരു വിശ്വാസിയുടെ മനസ്സിന് കുളിർമ നൽകുന്നതാണ്. ഇത് തെറ്റാണ്, ഇത് ശിർക്കാണ്, ഇത് കുഫ്റാണ് എന്ന് പറയുന്നവന്റെ ബുദ്ധി ശൂന്യത മാത്രമേ, അവന്റെ തലന്റെ ഉള്ളിലെ തലച്ചോറിന്റെ നീര് വറ്റിയിട്ടില്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഒരു പ്രവാചക ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഈ പ്രകീർത്തനങ്ങളും സന്തോഷങ്ങളുമൊക്കെ പങ്കുവെക്കൽ അത് തെറ്റാണ് എന്നൊക്കെ പറയുന്ന ഈ ഉൽപ്പത്തിഷ്ണു വിഭാഗമുള്ള ഒരു ലോകത്ത് വിശുദ്ധ ഖുർആന്റെ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത് നമ്മൾ വളരെ വ്യക്തമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഖുൽ നബിയെ തങ്ങൾ പറയുക, ബിഫദ്ലില്ലാഹി, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട്, വബിറഹ്മതിഹി, അവന്റെ റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക, അപ്പോൾ അതുകൊണ്ട്, ഫൽയഫ്റഹൂ, അവർ സന്തോഷിച്ചു കൊള്ളട്ടെ, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അത് ഈ ഭൗതിക ലോകത്തെ മുഴുവൻ വിഭവങ്ങളും ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ ഏറ്റവും ഖൈറാണ് എന്ന് സൂറത്ത് യൂനുസ് നമ്മെ പഠിപ്പിക്കുന്നു. ആ ആയത്തിന്റെ തഫ്സീറുകളിൽ റൂഹുൽ മആനിയിലും റൂഹുൽ ബയാനിലുമൊക്കെ മുഫസ്സിറുകൾ ഇമാം റാസി പോലെയുള്ള തഫ്സീർ റാസിയിലൊക്കെയും തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഫദ്ല് എന്ന് പറഞ്ഞാൽ, ഖുൽ നബിയെ തങ്ങൾ പറയുക, ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട്, വബി റഹ്മത്തിഹി, അവന്റെ റഹ്മത്ത് കൊണ്ട്. ഈ പറഞ്ഞ ഫദ്ല് എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണ്, ഇസ്ലാമാണ് എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. അതുപോലെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ ഈ റഹ്മത്ത് കൊണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഈ റഹ്മത്ത് കൊണ്ട്, അതുപോലെ ഖുർആൻ എന്ന് പറയുന്ന ഈ ഫദ്ല് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. ഈ സന്തോഷിക്കലാണ് നിങ്ങൾ ഈ ഭൗതിക ലോകത്തെ മുഴുവൻ വിഭവങ്ങളും ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഔന്നിത്യമായിട്ടുള്ളത്, ഏറ്റവും ഹൈറായിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആന്റെ നസ്സ് കൊണ്ട് തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആരും ആശങ്കപ്പെടേണ്ടതില്ല, ആരും ആശയക്കുഴപ്പത്തിലാവേണ്ടതില്ല. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകീർത്തനങ്ങൾ അത് റബീഉൽ അവ്വലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ തൗഹീദിന്റെ പരിധിക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവിടത്തേക്ക് ചേരുന്ന എന്തൊക്കെ നമ്മൾ പറയുക, പങ്കുവെക്കുക, പഠിക്കുക, പഠിപ്പിക്കുക എന്നൊക്കെ ചെയ്യുക എന്നത് അത് തന്നെയാണ് ഇസ്ലാമിന്റെ ജീവൻ. അത് തന്നെയാണ് ഇസ്ലാം ഇവിടെ നിലനിൽക്കുക എന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കറാത്ത് മറാത്ത് പറയുകയും
അതിലൂടെ ആനന്ദം കൊള്ളുകയും അവിടുത്തെ അധ്യാപനങ്ങളെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കുകയും അവിടുത്തോടുള്ള ഇഷ്കലും മഹബത്തിലുമായി ജീവിക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ് ഒരു വിശ്വാസിക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയും വേണമെങ്കിൽ നമുക്ക് സഹാബത്തെ കിറാമിന്റെ അവദാനങ്ങൾ വാഴ്ത്തുന്ന രീതികളും അതുപോലെ പ്രവാചകൻ തന്നെ പ്രവാചകനെ പുകഴ്ത്തി പറഞ്ഞ മറ്റു പല രീതികളും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പല ഭാഗങ്ങളും ഇനിയും പറയാനുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ ഇനിയും നമുക്ക് പങ്കുവെക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടി അള്ളാഹു നമ്മുടെ ഈ പറയലും കേൾക്കലും അറിയലും പങ്കുവെക്കലുമൊക്കെ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ പ്രവാചകന്റെ ഹക്ക് കൊണ്ട്, ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട്, അതുപോലെ ഖുർആനിന്റെ ഹക്ക് കൊണ്ട്, വിശുദ്ധ കഅബാലയത്തിന്റെ ഹക്ക് കൊണ്ട്, വിശുദ്ധ റൗളയുടെ ഹക്ക് കൊണ്ട്, മഹാന്മാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സകലമാന പ്രയാസങ്ങളും ദൂരീകരിച്ച് സലാമത്തോടെ റാഹത്തോടുകൂടിയുള്ള ഈമാനിക ചൈതന്യത്തോടുകൂടിയുള്ള ജീവിതം അള്ളാഹു നമുക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ എളിയ ഹാദിമീങ്ങളായി മരണം വരെ പിടിച്ചു നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ പ്രസ്ഥാനത്ത് നേതൃത്വം വഹിക്കുന്ന SKICRന്റെ സമുന്നതരായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, സാദാത്തുക്കൾ അവർക്കൊക്കെയും അള്ളാഹു ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇക്കാലമത്രയും അതിന് പ്രയത്നിച്ച് പ്രവർത്തിച്ച് മരണപ്പെട്ട് ബർസഖിയായ ലോകത്ത് ജീവിക്കുന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെ തൊട്ട് ഇക്കാലമത്രയും അതിന് പ്രവർത്തിച്ച് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ബർസഖിയായ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അതുപോലെ ഇന്ന് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഷേഖുന ആനക്കര കോയക്കുട്ടി ഉസ്താദ്, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, സൈനുൽ ഉലമ, അതുപോലെ സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ, കോട്ടുമല വാപ്പു മുസ്ലിയാർ, പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ തുടങ്ങി നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, സാത്വികരായ ആലിമ്യങ്ങൾ അവർക്കൊക്കെയും അള്ളാഹു ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സകല നന്മകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നന്മയിലധിഷ്ഠിതമായി ജീവിച്ച് നന്മയിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിൽ കാലുകുത്തുന്നതുവരെ അവന്റെ ഇസ്തിഖാമത്തിലും അവന്റെ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിലും നിലയുറച്ചു നിൽക്കാനുള്ള സർവ്വ തൗഫീഖും സാഹചര്യവും അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.